ഓക്കെ, അഡ്വക്കേറ്റ് നിയാസ്, സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 14 മാസങ്ങളായി. നോക്കൂ, എന്തുകൊണ്ടാണ് വൈകി ഒരു പരാതി പോലീസിൽ നൽകിയത്? മുൻ MP TN പ്രതാപൻ ഇന്നലെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാൻ നിയമപരമായി സാധിക്കുമോ? നോക്കൂ അനിൽ, ഇതിൽ പരാതി വൈകിയോ പരാതി വൈകിയില്ല എന്നുള്ളതൊക്കെ സാങ്കേതികത്വം മാത്രമാണ്. 50 കൊല്ലം മുമ്പ് ഞാനൊരു കൊലപാതകം ചെയ്താലും 50 കൊല്ലത്തിന് ശേഷം അത് തെളിയിക്കപ്പെട്ടാൽ കേസെടുക്കാമെന്നാണ് ഇന്ത്യയുടെ ഭരണ വ്യവസ്ഥ. പക്ഷേ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഒരു സിസ്റ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാതി 40 ദിവസം കൊണ്ട് കൊടുക്കണം. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 45ഓളം സീറ്റുകളിൽ 33,000 വോട്ടുകൾക്കോ അല്ലെങ്കിൽ 40,000 50,000 വോട്ടുകൾക്കൊക്കെ ജയിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ നടത്തിയ റാൻഡം പരിശോധനയിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം, വ്യാപകമായ വോട്ടറിലെ തിരിമറി നടത്തിക്കൊണ്ടാണ് അങ്ങനെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് രീതിയിലല്ലാതെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വോട്ട് കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വന്ന ആ 45 സീറ്റുകളിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂർ സീറ്റാണ്. ആ തൃശ്ശൂർ സീറ്റിലെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതിനു മുമ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ചേർത്തതിൻ്റെ 3 ഇരട്ടി വോട്ടുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്തിയ ഒരു നിയോജകമണ്ഡലം തൃശ്ശൂരാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ 60,000 വോട്ട് ചേർത്തിയിരുന്ന, സബ്ജക്ട് ടു കറക്ഷൻ, ചെറിയ അങ്ങോട്ടോട് വ്യത്യാസം ഉണ്ടാവും, 60,000 വോട്ട് ചേർത്തിയ 99 ചേർത്തിയിരുന്ന സ്ഥലത്ത് ഏതാണ്ട് 1,60,000 മേലെ 1,80,000 അടുത്ത് വോട്ടുകൾ ചേർത്തി എന്നുള്ളതാണ്. ഇതൊരു എനോർമസ് ആയിട്ടുള്ള ഒരു കൃത്രിമമായ ഒരു 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 വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ വോട്ടർ സ്ലിപ്പുമായി പോയപ്പോൾ അവിടെ ഈ ആളുകൾ എൻ്റെ വീടുകളില്ല എന്ന് പല ഫ്ലാറ്റുകളിലും ആളുകൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുമ്പോൾ, ഞാൻ കോഴിക്കോട് ടൗണിലുള്ള ചാലപ്പുറത്താണ് ഞാൻ കൗൺസിലറായിരുന്നു, ഒരു 5 വർഷക്കാലം കൗൺസിലറായിരുന്നു. പക്ഷേ കൗൺസിലറായ എനിക്ക് പോലും അവിടെ ഒരു 53 ഫ്ലാറ്റുകളുണ്ട്. 53 വിവിധ സ്ഥലങ്ങളിലായി ഫ്ലാറ്റുകളുണ്ട്. 53 ഫ്ലാറ്റുകളിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഒരു കൗൺസിലറായ എനിക്ക് പോലും അറിയാൻ കഴിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്ക് പോലും അടുത്ത ഫ്ലാറ്റിൽ ആരാണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയാണ് ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വ്യാപകമായി ചെയ്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഞങ്ങൾ കലക്ടർക്ക് എന്ന് പരാതി കൊടുത്തതാണ്. അന്നത്തെ മുന്നേ അവിടുത്തെ MP ആയിരുന്ന പ്രതാപൻ അന്ന് പരാതി കൊടുത്തിരുന്നു. അന്നത്തെ DCC പ്രസിഡന്റ് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിലൊക്കെ കലക്ടർ, അത് രേഖയുണ്ടല്ലോ, കലക്ടറെ ഇവിടെ പരാതി കൊടുത്ത കലക്ടർ എന്നുള്ള നിലയ്ക്കല്ല, ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ്. ആ കലക്ടർ കൊടുത്ത പരാതി എന്താ? കലക്ടർ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. അവിടെ ഒരു സാധാരണ വീട്ടമ്മ പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് വന്നു, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് 4-5 മാസക്കാലം ചേലക്കരയിൽ തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വരവൂർ എന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട്. CPM ആധിപത്യമുള്ള പഞ്ചായത്താണ്. അവിടെ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിൽ മത്സരിച്ച BJPയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കുടുംബത്തിൻ്റെയും വോട്ട് അത് കഴിഞ്ഞ തവണ അവർ വോട്ട് ചെയ്തതാണ്. അവർ മാത്രമല്ല, ആ ചേലക്കരയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം പേർ അവരുടെ വോട്ട് അവിടെ നിലനിർത്തിക്കൊണ്ട് ആ വോട്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 2 തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വോട്ടിനേക്കാൾ പ്രാധാന്യം ഞങ്ങൾക്ക് ആ വോട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അനിൽ നമ്പേരെ ഞാൻ പറയട്ടെ, ഞങ്ങൾ അല്പം താമസിച്ചു പോയി. അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്ത തെറ്റല്ലാതാവുമോ? വോട്ടുകൾ സുരേഷ് ഗോപി എന്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. അഡ്വക്കേറ്റ് നിയാസ്, സുരേഷ് ഗോപിയും കുടുംബവും, ഇപ്പോൾ അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്തെ വോട്ടറായിരുന്നു. ശരി, അദ്ദേഹം സ്ഥാനാർത്ഥി ആയതോടുകൂടി കുടുംബമടക്കം തൃശ്ശൂരിലെ വോട്ടർമാരായി മാറി. തൃശ്ശൂരിൽ മാത്രമാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്, സുരേഷ് ഗോപിയും ഇപ്പറയുന്ന 10 പേരും.
അദ്ദേഹം തിരുവനന്തപുരത്തും വോട്ട് രേഖപ്പെടുത്തി, തൃശ്ശൂരിലും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ വരുമ്പോഴല്ലേ അതൊരു ഒഫൻസ് ആവുന്നത്, ഒരു ക്രിമിനൽ കുറ്റമാകുന്നത്. ഇരട്ട വോട്ടുകൾ അത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണോ അഡ്വക്കേറ്റ് നിയാസ്? തൃശ്ശൂർ മണ്ഡലത്തിലെ മാത്രം ഒരു സവിശേഷതയാണോ ഈ ഇരട്ട വോട്ട് ഇത്രമാത്രം കൊട്ടിഘോഷിക്കാൻ? ഞാൻ വയനാട്ടിലെ കാര്യം ഞാൻ പിന്നീട് അത് പറയാം, അത് മെൻഷൻ ചെയ്യാം, വയനാട്ടിലെ കാര്യം. ഇപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത് അത് പറയും. സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജനൻ TV-യിൽ ഇരിക്കുന്ന അനിൽ നമ്പ്യാർക്ക് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് തോന്നില്ല. അത് സ്വാഭാവികം മാത്രമാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷമ്യമായ അപരാധം എന്താണ് താങ്കൾ പറ, ചുരുക്കി പറ, അത് സിമ്പിളായിട്ട് പറയൂ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമായല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റ് എന്ന് പറയൂ. എന്ത് അപരാധമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം. ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ. പുതുതായി ഒരാൾ വോട്ട് ചേർത്താൻ വരുമ്പോൾ അയാൾ അതിൽ സത്യപ്രസ്താവന കൊടുക്കണം. നിങ്ങൾ പറഞ്ഞതിൽ ഓത്ത് 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 എന്ന് നിങ്ങൾ ആഴ്ചക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ മണിക്കൂറിൽ 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഓത്ത് ഓരോ അപേക്ഷയിലും ഫോറം നമ്പർ 5-ലാണെങ്കിലും 6-ലാണെങ്കിലും 7-ലാണെങ്കിലും ഉണ്ട്. അതിലെന്താ പറയുന്നതെന്നറിയോ? അതിൽ എനിക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തോ ഈ നിയോജകമണ്ഡലത്തിലോ ഇന്ത്യയിലോ മറ്റെവിടെയും വോട്ടില്ല എന്ന് അതിൽ സത്യപ്രതിജ്ഞ കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചേർത്താൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്യേണ്ടത്, അദ്ദേഹം കൊടുക്കേണ്ടത് പുതിയ വോട്ട് ചേർത്താനല്ല. അദ്ദേഹം ഇന്ന വാർഡിൽ നിന്നും ഇന്ന വാർഡിലേക്ക് എനിക്ക് വോട്ട് ചേർത്തണമെന്ന് പറഞ്ഞ് ആ ഫോമിലാണ് അദ്ദേഹം വോട്ട് കൊടുത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന നിയോജകമണ്ഡലത്തിൽ ഇന്ന ബൂത്ത് ഇന്ന സീരിയൽ നമ്പറായിട്ടുള്ള വോട്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. ഒരു മിനിറ്റ് അതാണ് ചെയ്യേണ്ടത്. അതൊന്ന്. അത് ചെയ്യാതെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ പറയാൻ പോണത് എന്താ, ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ വോട്ട് ചെയ്തില്ല. നിയമപരമായി അദ്ദേഹം ചെയ്തത് തെറ്റാണ്. 2 വോട്ട് ഇപ്പം എനിക്കിപ്പോൾ കോഴിക്കോട് എൻ്റെ എരഞ്ഞിപ്പാലത്ത് വോട്ടുണ്ട്. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് നാളെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരുവനന്തപുരത്തേക്ക് മാറുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെങ്കിൽ എൻ്റെ എരഞ്ഞിപ്പാലത്തുള്ള വോട്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത് ആ വോട്ട് മാറ്റി എനിക്ക് ഇവിടേക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി ആ നടപടിയിൽ 2 എണ്ണം ഉണ്ടാവും. ഒന്ന്, എരഞ്ഞിപ്പാലത്തെ വോട്ട് എന്നെ ഡിലീറ്റ് ചെയ്യും, പകരം എൻ്റെ വോട്ട് തിരുവനന്തപുരത്ത് വെക്കും. ഇതാണ് ആരും എപ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇരുന്നത് ഒരു തെറ്റ്. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്തത് എന്താ, നിങ്ങൾ ആ ഒരു 1 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ആളുകളെ, സുരേഷ് ഗോപിയുടെ കുടുംബത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ചേലക്കര ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ ആളുകളെ കൊണ്ടുവന്ന് BJP-ക്കാരായ സ്വാധീനിച്ചും അല്ലാതെ കൃത്രിമമായി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞങ്ങൾ AICC KPCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ഞങ്ങൾ അവിടെ ദ്രുതഗതിയിൽ അത് ആവശ്യപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഡിജിറ്റലായിട്ട് വോട്ടർ പട്ടിക തന്നിട്ടില്ല. ഞങ്ങൾ തന്നിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക എടുത്ത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയും, ഗുരുവായൂരിലടക്കം വിവിധ വീടുകളിലായി നിങ്ങൾ ചേർത്തിരുന്ന കണക്കുകൾ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്നു, വർഷങ്ങളായി നിങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ അപേക്ഷിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് നിങ്ങൾ വോട്ട് ചേർത്താൻ അപേക്ഷിക്കാത്തത്? അപ്പോൾ ഇതൊരു പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന ഒരു വോട്ടിംഗ് ആണ്. ഈ വോട്ടിനാണ് നിങ്ങൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പിലെ കൃത്രിമം എന്ന് പറയുന്നത്. ആ കൃത്രിമം ഇത് യഥാർത്ഥത്തിലുള്ള സ്വാഭാവികമായ വോട്ടല്ലാതെ അസ്വാഭാവികമായി വോട്ടുകൾ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും കള്ളരേഖകൾ ഉണ്ടാക്കി, കള്ള സാക്ഷ്യപത്രം ഉണ്ടാക്കി, കള്ള ഓത്ത് ഉണ്ടാക്കി
നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജയിച്ചതിനാണ് ഞങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ബാംഗ്ലൂർ സെൻട്രലിലും ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ 45 സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. സ്വന്തം വീട്ടിൽ തന്നെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ആരാന്റെ പെരടിക്ക് ആറ്റം ബോംബിട്ട് പൊട്ടിയത് ഇപ്പൊ സ്വന്തം വീട്ടിൽ. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അല്ല ഞാൻ ചോരട്ടെ, നിങ്ങളെ കയ്യിലാണല്ലോ ആഭ്യന്തരം, നിങ്ങളുടെ കയ്യിലാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങളുടെ 2 കയ്യിലും ഉള്ളം കയ്യിൽ നിന്ന് അമ്മാനമാടല്ലേ? ആ ഉള്ളം കയ്യിൽ അമ്മാനമാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയണം, ഇതാണ് കേരളത്തിൽ വോട്ടർ പട്ടിക. നിങ്ങൾ പരിശോധിച്ചു, ഡിജിറ്റൽ തെളിവുകൾ ഇതാ. 7 ദിവസത്തിനുള്ളിൽ ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നാൽ ഞങ്ങൾ പരിശോധിച്ചു തരാം. 7 ദിവസം കൂടി ഞങ്ങൾ പരിശോധിച്ചു തരാം. അതിനുള്ള തയ്യാറെടുപ്പുണ്ടോ? വെല്ലുവിളിയോടുകൂടി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇന്ത്യയിലെ മുഴുവൻ ഡിജിറ്റൽ വോട്ടർ പട്ടികയും ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ പറയും ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇതാ. നിങ്ങൾ സമയമെടുത്ത് 5-10 ദിവസം എടുത്ത് നടത്തിക്കോ. നിങ്ങൾ പരിശോധിച്ചു, ഞങ്ങൾ പുല്ലുപോലെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തിനാ പേടി? ഡിജിറ്റൽ തെളിവുകൾ എന്തിനാ 40 ദിവസം കൊണ്ട് മാറ്റിയത്? 3 കൊല്ലത്തേക്ക് സംരക്ഷിക്കാൻ നിങ്ങൾ 3 കൊല്ലത്തേക്ക് അനിൽ നമ്പ്യാർ പേടിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. അനിൽ നമ്പ്യാർ ജനം TV വിട്ടാലും അനിൽ നമ്പ്യാർ നല്ല മികച്ച പത്രപ്രവർത്തകരായതുകൊണ്ട് വേറെ ഏത് ചാനലിലും അനിൽ നമ്പ്യാർ സീറ്റുണ്ട്. അത് അനിലിന് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്പ്യാരെ പേടിക്കേണ്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വോട്ട് കള്ളനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് കള്ളനാണ്. വോട്ട് കൊള്ള നടത്തിയതാണ്. വോട്ട് കൊള്ള നടത്തിയ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കഴിയില്ല. വോട്ട് കൊള്ള നടത്തിയെന്ന് ആരോപിക്കുന്നവ, ആക്ഷേപിക്കുന്നവ അവരുടെ തനിനിറല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. സോണിയയുടെ വിദേശ പൗരത്വം നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ ഇവിടെ സൂചിപ്പിച്ചു. 83-ൽ പൗരത്വം, ഇന്ത്യൻ പൗരത്വം 1981 തന്നെ തെരഞ്ഞെടുപ്പ് അവകാശം നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ ആരുടെ ഉള്ളം കയ്യിലായിരുന്നു എന്നൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്ന പുതിയ വാർത്തകൾ പുറത്തുവരുന്നു.